ഗോകുൽദാസിന്റെ ചികിത്സയ്ക്കായി കൈകോർക്കുകയാണ് നാട്. കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി തുക കണ്ടെത്താനാണ് നാട്ടുകാർ കൈകോർക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുക സമാഹരണം നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പൂവത്തിക്കൽ സ്വദേശിയായ കുന്നംപള്ളി ഗോകുൽദാസിന്റെ കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കാണ് ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ തുക സമാഹരിക്കുന്നത്. ഏറനാട് എംഎൽഎ പി കെ ബഷീർ, ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ എന്നിവർ മുഖ്യ രക്ഷാധികാരികളാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം 39 വയസ്സുകാരൻ ഗോകുൽദാസ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏകദേശം 50 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെയാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് നാട്ടുകാർ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് എടവണ്ണപ്പാറ മേഖലകളിലായിരുന്നു തുക സമാഹരണം നടത്തിയത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അരീക്കോട് ബ്രാഞ്ചിലും അരീക്കോട് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിലും അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഗോകുൽദാസ് എന്ന് പറയുന്ന കുന്നംപള്ളി ഗോകുൽദാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, അവന് ഈ കരൾ മാറ്റിവെക്കേണ്ടുന്ന ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ മാറ്റിവെക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് നാട്ടുകാരൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ MLA പി കെ ബഷീർ സാഹിബിന്റെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പിരിവിനിറങ്ങിയതാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ഈ വിഷയത്തിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ കമ്മിറ്റിയുടെ കീഴിൽ തന്നെ ഉള്ള ചുളാട്ടിപ്പാറ ബേസ് ചെയ്തിട്ടുള്ള ടീമാണ്. ചുളാട്ടിപ്പാറ വേഴക്കോട് കാട്ടിടുപ്പയിൽ ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പിന്നെ അടുത്ത പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ കൂടി തന്നിട്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിൻ കമ്മിറ്റി എന്ന് പറയുന്നത് പൂവത്തിക്കൽ ബേസ് ചെയ്തിട്ടാണ്. അവരുടെ ആവശ്യാർത്ഥം അവരിൽ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. അവരുടെ ആവശ്യാർത്ഥം ആണ് നമ്മൾ പിന്നെ സബ് കമ്മിറ്റി എന്നുള്ള നിലക്ക് ചുളാട്ടിപ്പാറ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ പിരിവിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് വന്നു. ഇപ്പോൾ എല്ലാവരും നല്ല സഹകരണം ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്കിംഗ് ഡേ ആയ ബുധനാഴ്ച തന്നെ ഇറങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കുറെ ദിവസത്തേക്ക് നീട്ടിവെക്കുന്നത് രോഗിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമായതുകൊണ്ട് പിന്നെ വളരെ വേഗത്തിൽ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നലെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. രോഗിയുടെ പിന്നെ സാമ്പത്തികം മാത്രമല്ല ശാരീരികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തി സർജറി നടത്തി പിന്നെ കാര്യങ്ങൾ റെഡി ആക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വർക്കിംഗ് ഡേ ആയിട്ട് പോലും പിന്നെ ഈ ഒരു വെയിലത്ത് വന്നിട്ട് ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്നത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ.